സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ പുതിയ ഉടായ്പുമായിട്ട് ഇന്ത്യ ലൈവ് ചാനൽ ഇറങ്ങിയിരിക്കുകയാണ്. സുനിൽ വാളയാർ വിഷം എന്ന് പറഞ്ഞാൽ ഒന്നാം ക്ലാസ് വിഷം ചീറ്റുന്ന ജീവിയാണ് ഈ സുനിൽ വാളയാർ. അവൻ RSSന്റെ കുറിയുണ്ട്, പിന്നെ ഒരു മഞ്ഞ ചരടും കെട്ടിയിട്ടുണ്ട്. ഇത് രണ്ടുമായ RSSകാരനാവും. അപ്പോൾ എങ്ങനെയും പൈസ ഉണ്ടാക്കുക, ആരെ വിറ്റും രാജ്യത്തെ വിറ്റും കാശുണ്ടാക്കുക. പറയാണ് ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിക്കാൻ, ഇന്ത്യയുടെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ ഇന്ത്യക്ക് വേണ്ടി പടപൊരുതാൻ വേണ്ടിയാണ്. ഇന്ത്യയിലെ ബാക്കിയുള്ള ചാനലുകൾ തമസ്കരിക്കുന്ന വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഒന്നുമല്ല. RSSന്റെ അജണ്ട നടപ്പാക്കാൻ, ഇവിടെ വർഗീയ ലഹള ഉണ്ടാക്കാൻ, മുസ്ലിങ്ങളെയും ഇപ്പൊ ക്രിസ്ത്യാനികളെ അവർ കൂട്ടുപിടിച്ചിട്ടുണ്ട്. അത് ക്രിസ്ത്യാനികളെ ഒരുവിധം മുസ്ലിങ്ങളെ ഒതുക്കിയതിനു ശേഷം ക്രിസ്ത്യാനികളെ പിടിക്കാന്നും പറഞ്ഞാണ്. അപ്പോ ആവശ്യത്തിന് അവർ കൊടുക്കുന്നുണ്ട്, ക്രിസ്ത്യാനിക്ക് കൂടെ കൂടെ അടി കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ അവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ്. അപ്പോ ഇവനെന്ന് പറഞ്ഞാൽ ഈ സുനിൽ വാളയാർ എന്ന് പറഞ്ഞാൽ ഒന്നാം ക്ലാസ് വർഗീയത. അതായത് മുസ്ലിം പേര് കേട്ടാൽ മതി അവന് അലർജിയാണ്. അങ്ങനെയുള്ളവരാണ് പറയുന്നത്. നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, രാജ്യത്തിന് ഒറ്റ കൊടുക്കുന്നവരെ നമ്മൾ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയത്. ഇവരില്ലായിരുന്നപ്പോൾ ഇങ്ങനെ ഒരു ചാനൽ നേരത്തെ ഇല്ലായിരുന്നു. അപ്പൊ രാജ്യം പലരും കൂടി തിന്നുകൊണ്ട് കളഞ്ഞു. ഒരുപാട് പേര് രാജ്യത്തെ ഭക്ഷിച്ചു കളഞ്ഞു. ഇവിടെ ഒരുപാട് തെന്മാടികളും രാജ്യദ്രോഹികളും ഉണ്ടായിരുന്നു. സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അറിയാം രാജ്യദ്രോഹികൾ ആരാണ്. രാജ്യദ്രോഹികൾ എന്ന് പറയുന്നതും ഭീകരവാദികൾ എന്ന് പറയുന്നതും നമ്മുടെ മഹാരാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്തുള്ളത് RSSകാരാണ്. സംശയം ഉണ്ടാവില്ലേ? അതായത് നിഷ്പക്ഷമതികളായ, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, മതേതരത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അറിയാം RSSകാരും സംഘപരിവാറുകാരും രാജ്യദ്രോഹികളും ഭീകരവാദികളും. അവർ നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. പറച്ചിൽ എന്ന് പറയുന്നത് വലിയ വായിൽ അവർ വർത്താനം പറയും. അതൊന്നും നിങ്ങൾ കാര്യമായിട്ട് എടുക്കുക. ഇങ്ങനെയുള്ള ചാനലുകളെ സബ്സ്ക്രൈബ് ചെയ്യാനേ പാടില്ല. യവന്മാർ പറയുന്ന വിഷം നമ്മുടെ ഉള്ളിൽ കുറേശ്ശെ കുറേശ്ശെ വന്നു കഴിഞ്ഞാൽ പിന്നെ വിഷം തിന്നാലെ നമ്മൾ മരിക്കില്ല. അല്ലെങ്കിൽ അതായത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം, പണ്ട് കാലത്ത് ചെറിയ രീതിയിൽ വിഷം വന്നാൽ തന്നെ മനുഷ്യന് രോഗം ഉണ്ടാവും, ചിലർ മരിക്കും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ വിഷം ഓരോ ഈ സബ്ജി, അതായത് നമ്മുടെ കഴിക്കുന്ന ആഹാര സാധനങ്ങളിൽ, അത് ഈ മത്സ്യത്തിലാവട്ടെ, അല്ലെങ്കിൽ പച്ചക്കറി വർഗത്തിലാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ അരി ആഹാരത്തിലാകട്ടെ, എല്ലാത്തിലും കുറേശ്ശെ കുറേശ്ശെ നമ്മൾ കീടനാശിനി തളിക്കും. അങ്ങനെ കീടനാശിനി തളിച്ച് മനുഷ്യനിപ്പോ ഈ ഏത് വിഷം കഴിച്ചു